ലൈംഗിക അതിക്രമ പരാതിയിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എം മുകേഷ്, വി എസ് ചന്ദ്രശേഖരൻ, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം തേടി പ്രതികളായ നടന്മാർ അഭിഭാഷകരുമായി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ദിവസമാണ്. അന്വേഷണ സംഘം രൂപീകരിച്ച് 2 ദിവസം പിന്നിടുമ്പോൾ ലഭിക്കുന്നത് 18 പരാതികൾ. ഇമെയിലായി ലഭിച്ച 18 പരാതികൾ, DIG അജിത ബീഗത്തിന് ലഭിച്ച പരാതികൾ. ആ പരാതികളിന്മേലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 7 കേസുകളിലാണ് ഇന്ന് FIR രജിസ്റ്റർ ചെയ്തത്. ഒരേ നടിയുടെ പരാതിയിൽ തന്നെയാണല്ലോ ഈ കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെ ഒരേ നടിയുടെ പരാതിയിൽ തന്നെയാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ സിജു, ആലുവയിൽ താമസിക്കുന്ന നടിയുടെ പരാതി അനുസരിച്ച് തന്നെയാണ് 7 FIRകൾ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 7 പ്രത്യേക കേസുകളായി അന്വേഷിക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ വളരെ സുദീർഘമായി മൊഴിയെടുത്തിരുന്നു. രാവിലെ ആരംഭിച്ച മൊഴിയെടുപ്പ് രാത്രി വൈകിയാണ് അവസാനിച്ചത്. അത്രയും സമഗ്രമായ മൊഴിയെടുപ്പിന് ശേഷം രാത്രിയോടെ തന്നെ ഈ 7 പരാതികളിലും പ്രത്യേകം FIRകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇതിൽ ഒരെണ്ണം തിരുവനന്തപുരത്തും മറ്റ് 6 എറണാകുളത്തുമാണ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ജയസൂര്യ തന്നോട് മോശമായി പെരുമാറി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് കേസുകൾ എറണാകുളത്താണ്. ഇതിൽ നടനും MLA മുകേഷിനെതിരെ മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വൈറ്റിലയിൽ വെച്ച് മുകേഷ് തന്നോട് മോശമായി പെരുമാറി, വൈറ്റിലയിലെ ഒരു വീട്ടിൽ വെച്ച് മുകേഷ് തന്നോട് മോശമായി പെരുമാറി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തത്. ഒപ്പം കോൺഗ്രസ് നേതാവും ലോയൽസ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ചന്ദ്രശേഖരനെതിരെ ബലാത്സംഗം, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അത് 2009-ലാണ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ മോശമായ പെരുമാറ്റം ഉണ്ടായത് എന്നായിരുന്നു ഈ നടിയുടെ പരാതി. ഇതുകൂടാതെ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിയമ്പിള്ള രാജുവിനെതിരെ കൊച്ചി പോലീസുമാണ് പ്രത്യേകം FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിൽ നിന്ന് മറ്റു 2 പേർ കൂടി, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, ഇവർക്കെതിരെ പാലാരിവട്ടം പോലീസും ഒപ്പം നെടുമ്പാശ്ശേരി പോലീസും, ഇങ്ങനെ എവിടെ വെച്ചാണോ ഈ അതിക്രമം ഉണ്ടായത് ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് ഇവർക്കെതിരായ FIR രജിസ്റ്റർ ചെയ്തത്. എങ്കിലും ഈ കേസുകളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് വിശദമായി അന്വേഷിക്കുക. ഈ ഓരോ പരാതിയിലും പറയുന്ന തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലെ സാക്ഷികളെ പ്രത്യേകമായി കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തണം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെളിവുകളാണോ ഈ നടി കൈമാറിയിരിക്കുന്നത്, നടിയുടെ വിശദമായ മൊഴി എന്താണോ, അതെല്ലാം വിശദമായി പരിശോധിച്ച് അതിന്റെ സത്യാവസ്ഥ കൂടി സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ഓരോ സംഭവവും, ഈ ഓരോ പരാതിക്ക് ആധാരമായ സംഭവങ്ങൾ നടന്നതെല്ലാം 10 വർഷം മുമ്പാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഉൾപ്പെടെ സാഹചര്യ തെളിവുകളടക്കം വിശദമായി അന്വേഷണ സംഘത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അത് വിശദമായ ക്രോസ് ചെക്കിങ്ങിനടക്കം വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം തെളിവുകൾ കൈമാറി എന്നുള്ളതാണ് ഈ നടി അവകാശപ്പെടുന്നത്. ആ തെളിവുകളുടെ ആധികാരികത അതാണ് ഉമേഷ്. ആദ്യം തന്നെ ഈ നടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പരാതി നൽകിയ ആളുകൾക്കെതിരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പേരുകളടക്കം വെളിപ്പെടുത്തി. പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴി പരാതി നൽകുകയും ചെയ്യുന്നത്. പരാതിക്ക് പിന്നാലെ തന്നെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടി വന്ന് പറയുന്നു തൻ്റെ കയ്യിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട്. ഇവിടെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ സംഭവം നടക്കുന്നത് 10 വർഷത്തിന് മുമ്പാണ്. ഈ 7 പേർക്കെതിരെയുള്ള പരാതികളിലെയും കാലഘട്ടം 10 വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ അതിൽ തെളിവുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഇവിടെ നടി തന്നെ പറയുകയാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഉണ്ട് എന്ന്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയല്ലേ സിജു? ഒരു പ്രശ്നമാവാൻ, ഈ അന്വേഷണത്തിലൊരു ദുഷ്കരമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. കാരണം 10, 12, 13 വർഷം മുമ്പൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഉദാഹരണത്തിന് അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ, പക്ഷെ അത് ഈ 13 വർഷങ്ങൾക്ക് ഇപ്പുറം അത് കണ്ടെടുക്കുക അസാധ്യമാണ്. അങ്ങനെ ഓരോ പരാതിയിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും സാഹചര്യ തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്, മാത്രമല്ല അന്ന് ശേഖരിച്ച, അന്ന് ഈ പരാതിക്കാരി സൂക്ഷിച്ചു വെച്ച ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അന്വേഷണ സംഘത്തിന് പരിശോധിക്കാൻ. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.